ഇന്ത്യയിൽ $10 മില്യൺ നിക്ഷേപം നടത്തുമെന്നാണ് ഖത്തർ അമീർ പ്രഖ്യാപിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഖത്തർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയൊക്കെ ഓഫീസൊക്കെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ചിട്ടൊക്കെ ഉണ്ട്. ഈ മോഡിയായിട്ടുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾ തന്നെ വളരെ വലിയ രീതിയിലാണ് അതിനെ കണ്ടത്. കാരണം പ്രോട്ടോക്കോളുകളൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ ഖത്തർ അമീറിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ എൻ്റെ സഹോദരനെ സ്വീകരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എയർപോർട്ടിലേക്ക് മോഡിയുടെ സന്ദർശനമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ബന്ധമാണ് ഇന്ത്യയും ഖത്തറും തമ്മിൽ ഇനി നേരത്തെയും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം അത് വലിയ വ്യാപകമായ രീതിയിൽ വികസിക്കാൻ വേണ്ടി പോവുകയാണ്. ഖത്തറിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം എന്ന് പറയുന്നത് ഇന്ത്യക്കാരുമാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. 8 ലക്ഷത്തോളം ഇന്ത്യക്കാർ ഖത്തറിലുണ്ട്. 15,000 ഇന്ത്യൻ കമ്പനികൾ ഖത്തറിലുണ്ട്. ഖത്തറിൽ ജനസംഖ്യ കുറവാണ്. ആ ഉള്ള ജനസംഖ്യയിൽ തന്നെ അധികം പേരും ഖത്തറിലെ ആളുകളല്ല, ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ്. ഖത്തർ ഒരു ചെറിയ രാജ്യമാണ്, പക്ഷേ സമ്പദ് വ്യവസ്ഥയിൽ കുറച്ച് വലിയ രാജ്യം കൂടിയാണ് ഖത്തർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഖത്തറിലെ അമീർ വന്നു, മോദി കെട്ടിപ്പിടിച്ചു, എൻ്റെ സഹോദര എന്ന് വിളിച്ചു. രണ്ടുപേരും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിനുശേഷം ഖത്തറിലെ ഭരണാധികാരി പോവുകയും ചെയ്തു. നേരത്തെ ഈ ഖത്തർ ഇന്ത്യയിലെ ഇന്ത്യക്കാരായ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വിസ നിഷേധിക്കുന്നു, മുസ്ലിങ്ങൾക്ക് മാത്രമേ വിസ നൽകുന്നുള്ളൂ എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ എംബസി ഖത്തർ എംബസിയുമായി ചർച്ചകൾ നടത്തി, കൃത്യമായ അന്വേഷണം നടത്തി. ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കാരെ നിങ്ങൾ മാറ്റി നിർത്താൻ ശ്രമിച്ചാൽ, ഇന്ത്യക്കാരെ 2 തരക്കാരായി കാണാൻ നിങ്ങൾ ശ്രമിച്ചാൽ അതിന് നിങ്ങൾക്ക് കൃത്യമായ മറുപടി ഞങ്ങൾ നൽകും. എല്ലാ ഇന്ത്യക്കാരെയും ഞങ്ങൾ തിരിച്ചു വിളിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്താകും? ഇന്ത്യൻ കമ്പനികളെല്ലാം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വിളിക്കും. ആ ഒരു മുന്നറിയിപ്പ് ഖത്തറിന് നേരത്തെ തന്നെ ഇന്ത്യ നൽകിയിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അതിലൊക്കെ വലിയ മാറ്റം ഖത്തർ തന്നെ വരുത്തി എന്നുള്ളതാണ്. എന്തായാലും ഖത്തർ, നമ്മളൊരു രാജ്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഖത്തർ എന്ന് പറയുന്നത് ഒരു മുസ്ലിം രാഷ്ട്രമാണ്. ഖത്തറിലൊരു ഭരണാധികാരി ഇവിടെ വരുമ്പോൾ ചുടാപ്പികളൊക്കെ വലിയ രീതിയിൽ സന്തോഷിക്കും. ഞങ്ങളുടെ ഭരണാധികാരി വന്നു, ഇപ്പോൾ മോദിക്ക് 4 കൊടുക്കും, ഇപ്പോൾ മോദിയെ 4 പറയും, എന്നിട്ട് തീവ്രവാദത്തെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഞങ്ങളുടെ ഭരണാധികാരി പോകും എന്നൊക്കെയായിരുന്നു ഇവിടുത്തെ ഇസ്ലാം തീവ്രവാദികൾ, ഇസ്ലാമിസ്റ്റുകളായ മത തീവ്രവാദികൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ അല്ല സംഭവിച്ചത്. നമ്മളാരും അറിയാത്ത ചില പുതിയ കളികൾ രണ്ടുപേരും തമ്മിൽ നടത്തിയിട്ടാണ് ഇവിടെ നിന്ന് പോയത് എന്നുള്ളതാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ആദ്യം അതിനു മുൻപ്, അത് പറയുന്നതിന് മുൻപ് ഖത്തറിൻ്റെ ചില വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഈ ഖത്തർ എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ജിയോ പൊളിറ്റിക്സിൽ വലിയ സ്ഥാനമുള്ള രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത്. പക്ഷേ ഖത്തറിൻ്റെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഹമാസിൻ്റെ ഇപ്പോഴത്തെ നേതാവായ ഖാലിദ് മാഷ താമസിക്കുന്നത് ഖത്തറിലാണ്. ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ നേതാവ് താമസിക്കുന്നത് ഖത്തറിലാണ്. ഖത്തറും ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൽ ഫലസ്തീനികൾക്ക് വേണ്ടി ഘോരമായി വാദിച്ച് ലോകത്തിൻ്റെ തന്നെ സമാധാനം കെടുത്തുന്ന അൽ ജസീറ എന്ന് പറയുന്ന ഒരു പത്രമുണ്ട്. അതിൻ്റെ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്, ആ സ്ഥാപനം നിലനിൽക്കുന്നത് ഖത്തറിലാണ്. മാത്രമല്ല ഒസാമ ബിൻ ലാദൻ്റെ കുടുംബം താമസിക്കുന്നത് ഖത്തറിലാണ്. അങ്ങനെ ഭീകരവാദത്തിൻ്റെ വിളനിലമായി ഖത്തർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരൊക്കെ താമസിക്കുന്നതിൻ്റെ ഇടയിലാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഖത്തറിലാണ്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ്. ഇതിനൊക്കെ ഇടയിലാണ് ഈ വലിയ അമേരിക്കയുടെ ബേസ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഖത്തറിലെ മനാമയിലാണ് അമേരിക്കയുടെ നാവിക ബേസ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഭീകരവാദികൾ ഇങ്ങനെ സന്തോഷത്തോടെ നെഞ്ചു വിരിച്ച് ജീവിക്കുന്നതിനിടയിലാണ് അമേരിക്കയുടെ നേവൽ ബേസും അമേരിക്കയുടെ ബേസ് ക്യാമ്പും സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്നത്. മാത്രമല്ല പല രാജ്യങ്ങളുടെയും തീവ്രവാദത്തിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത് ഖത്തറാണ്. ഇപ്പോൾ ഇസ്രായേൽ ഹമാസുമായി ചർച്ച ചെയ്യാൻ വന്നത് ഖത്തറിലാണ്. അതുപോലെ തന്നെ പല രാജ്യങ്ങളും പാകിസ്ഥാനുമായും മറ്റ് പല രാജ്യങ്ങളുമായും ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത് ഖത്തറാണെന്നുള്ളത്. ഇന്ത്യ ഖത്തറും തമ്മിൽ വലിയൊരു ആത്മബന്ധമുണ്ട്. അത് ഇവിടുത്തെ സുഡാപ്പികൾക്കറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മോദിയും
ഖത്തറും തമ്മിൽ ഒരു കാര്യം ഖത്തറിനോട് ഇന്ത്യ പറഞ്ഞാൽ അത് അനുസരിക്കാതിരിക്കാൻ ഖത്തറിന് കഴിയില്ല എന്നുള്ളതാണ്. ഖത്തർ അത് അനുസരിച്ചിരിക്കും. ഇവിടുത്തെ സുഡാപ്പികൾ കിടന്ന് തുള്ളുന്നത് പോലെയല്ല. ഖത്തർ കൃത്യമായി ഇന്ത്യ പറഞ്ഞാൽ അനുസരിക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കുറേ നാളുകൾക്ക് മുൻപ് ഇന്ത്യയുടെ 8 നാവിക ഉദ്യോഗസ്ഥരെ ചാരവൃത്തി കേസിൽ ഖത്തർ അറസ്റ്റ് ചെയ്തു. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ കമ്പനിക്ക് വേണ്ടി അന്തർവാഹിനികളുടെ വിവരങ്ങൾ ചോർത്തി നൽകി ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥർ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ ഇന്ത്യ കൃത്യമായ ഇടപെടൽ നടത്തി. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ഊഷ്മളവും ദൃഢവുമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ കൃത്യമായ കാര്യങ്ങൾ സംസാരിച്ചു. ഞങ്ങളുടെ ആളുകളെ, ഞങ്ങളുടെ പൗരന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരണം. അതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമുണ്ടെങ്കിലും ഞങ്ങൾ കേസുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണ്. പക്ഷെ ഞങ്ങളുടെ പൗരന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ച് 7 നാവിക ഉദ്യോഗസ്ഥരെ ഖത്തർ ഇന്ത്യക്ക് വിട്ടു നൽകി. ഒരാളെ വിട്ടു നൽകാത്തത് കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഖത്തറിൽ നിലനിൽക്കുന്നത് കൊണ്ട് അവിടെ അവർക്ക് നിൽക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാളെ അവിടെ നിർത്തിക്കൊണ്ട് 7 പേരെ ഇന്ത്യക്ക് കൈമാറുകയാണുണ്ടായി. നമുക്കറിയാം മിഡിൽ ഈസ്റ്റ് UAE പോലെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യത്ത് ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട ഒരാളെ പിടിച്ചാൽ തല കാണില്ല എന്നുള്ളതാണ്. ഇവിടെ ഇന്ത്യയുടെ കൃത്യമായ ഇടപെടലാണ് ഇവരെയൊക്കെ ജീവനോടെ തന്നെ ഇന്ത്യക്ക് കൈമാറാൻ ഖത്തർ തീരുമാനിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല പറയേണ്ടത് ഖത്തറിൻ്റെ മുഖത്ത് നോക്കിയാലും ഇന്ത്യ പറയും എന്നുള്ളതിന് മറ്റൊരു തെളിവാണ് 2021 കശ്മീരുമായി ബന്ധപ്പെട്ട പ്രശ്നം ഞങ്ങൾ സംസാരിച്ച് പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഖത്തർ ഭരണാധികാരി ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നു. ഞങ്ങൾ സംസാരിക്കാം, അക്കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമുണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു കശ്മീരിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട, ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങൾ ആഭ്യന്തര കാര്യം നോക്കുന്നിടത്തേക്ക് നിങ്ങൾ കയറി വരേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ നോക്കിയാൽ മതി. കശ്മീരിൻ്റെ കാര്യം എങ്ങനെ വേണം, എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങളത് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പാലിക്കുകയും ചെയ്യും. അതിലേക്ക് ആരും ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളത്. ഇതേ മുഖമാണ് ഒരിക്കൽ ട്രംപ് മോദിയുടേതിൽ കണ്ടതെന്ന് ട്രംപ് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ BBC ആണെന്ന് തോന്നുന്നു നൽകിയൊരു ഇൻ്റർവ്യൂവിൽ ട്രംപ് പറഞ്ഞു, ഞാൻ മോദിയുടെ മറ്റൊരു മുഖം കണ്ടത് ഇന്ത്യയിലെ ഒരു സൈനികൻ അഭിനന്ദ് വർത്തമാൻ എന്ന് പറയുന്ന ഒരു സൈനികനെ പാകിസ്ഥാൻ പിടിച്ചുകൊണ്ടുപോയപ്പോൾ അമേരിക്ക വിളിച്ചു പറഞ്ഞു ഞങ്ങൾ പാകിസ്ഥാനുമായി സംസാരിക്കാം, അഭിനന്ദ് വർത്തമാനെ വിട്ടുതരാൻ. അന്ന് മോദി പറഞ്ഞത് ഞാൻ 24 മണിക്കൂർ സമയമാണ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. ആ 24 മണിക്കൂറിനകം എൻ്റെ സൈനികൻ എൻ്റെ മണ്ണിലെത്തിയില്ല എങ്കിൽ, ഭാരതത്തിൻ്റെ മണ്ണിലെത്തിയില്ല എങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം പിന്നെ സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും. ആ തിരിച്ചടി അവർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. ആ പറഞ്ഞു തീരുന്നതിന് മുൻപ് ഭയന്ന് വിറച്ചുകൊണ്ട് അഭിനന്ദ് വർത്തമാനെ വാഗ അതിർത്തിയിലേക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ പാകിസ്ഥാൻ കൊണ്ടുവന്ന് നിർത്തി എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് എത്രത്തോളം ഭയപ്പെടുന്നുണ്ട് പാകിസ്ഥാൻ, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എന്നുള്ളതാണ്. അതുകൊണ്ട് ഖത്തർ അക്കാര്യത്തിൽ ഇടപെടലുകൾ നടത്തില്ല. അതിനുശേഷം ഈ PFIയുടെ ഫണ്ട് വലിയ രീതിയിൽ ഉപയോഗിക്കുന്നത് ഖത്തറിൽ നിന്നാണ്. ഖത്തറാണ് ഈ പണം സ്വീകരിക്കുന്നതും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഖത്തറിലുള്ള ഈ തീവ്രവാദികൾ അവിടുത്തെ NRIകളെ ബ്രെയിൻ വാഷ് ചെയ്തും ഭീഷണിപ്പെടുത്തിയും ഇന്ത്യയിലേക്ക് ഓരോ അക്കൗണ്ട് വഴി പണം അയച്ച് ആ പണം സ്വരൂപിച്ചാണ് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇവർ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതും നിർത്താനുള്ള നീക്കങ്ങൾ ഒരു വഴിക്ക് നടക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. മാത്രമല്ല ഇന്ത്യയും ഖത്തറും തമ്മിൽ 2047 വരെ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 20 വർഷത്തെ കരാറാണ് ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത്. ആ കരാർ ലോങ് ടൈം കരാറാണ്, വലിയ കാലയളവിലുള്ള കരാറാണ്. ആ കരാർ നിലനിർത്താൻ വേണ്ടിയാണ് ഖത്തർ ഇപ്പോൾ വന്നത്. നേരത്തെ ഇന്ത്യ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ പൗരന്മാർക്ക് എന്തെങ്കിലും അവിടെ നിലനിൽപ്പില്ല എങ്കിൽ ഈ ഒരു കരാർ ഇന്ത്യ അവസാനിപ്പിക്കും. അതുകൊണ്ട് കൂടിയാണ് ഇന്ത്യയുടെ പൗരന്മാർക്ക് കൃത്യമായി, അത് ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ പാഴ്സി എന്നോ ജൈനൻ എന്നോ ഹിന്ദു എന്നോ നോക്കാതെ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള സ്വീകരണം ഖത്തർ നൽകാൻ തീരുമാനിച്ചതിൻ്റെ ഒരു കാരണം. മറ്റൊന്ന്, സുഡാപ്പികളുടെ തലക്കടിയേറ്റത് ഒറ്റ കാരണമാണ്. ഇന്ത്യയും ഖത്തറിലെ ഭരണാധികാരിയും തമ്മിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമെതിരെ സംയുക്തമായി ഞങ്ങൾ പോരാടും. മാത്രമല്ല അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. പാകിസ്ഥാനിട്ടുള്ള അടി, ഇന്ത്യയിലിരിക്കുന്ന കുറേ സുഡാപ്പികൾക്കിട്ടുള്ള അടി, ഇതാണ് അവരെ സത്യത്തിൽ വലിയ രീതിയിൽ എന്താ പറയുക തലക്കടിയേറ്റതുപോലെ അവരെ
ബാധിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ സുഡാപ്പികൾക്ക് വലിയ ക്ഷീണമായിരുന്നു അമീറിന്റെ ഈ ഒരു സന്ദർശനവും മോഡി കാണാൻ പോയതും എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാൻ വേണ്ടി സാധിക്കും. സുഡാപ്പികളുടെ തലക്കേറ്റ വലിയ അടിയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കിടന്ന് മൂങ്ങുക എന്നുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ ഇനി സുഡാപ്പികൾക്ക് ചെയ്യാനുള്ളൂ. കാരണം ഖത്തർ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റുകൾക്ക് വിവിധ മേഖലകളിലാണ് ഇന്ത്യയിലേക്ക് ധാരണാപത്രങ്ങളിലൊക്കെ ഒപ്പുവെച്ചിരിക്കുന്നത്. അതിനി വരും വർഷങ്ങളിൽ വലിയ രീതിയിൽ വിജയകരമായിട്ട് അത് നടക്കുകയും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി ഓഫീസ് ഖത്തറിൻ്റെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവർ തുറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ എന്തായാലും ഖത്തറും ഇന്ത്യയും തമ്മിൽ തീവ്രവാദത്തിനെതിരെ ഒന്നിച്ച് പോരാടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.